Dear students, welcome to marginal costing class. In the previous classes, we were discussing about several concepts of marginal costing, how to calculate break-even point, how to calculate PV ratio, and the other important techniques of marginal costing. In this class, we are going to study about drawing a break-even chart, how you can draw a break-even chart and calculate the details. So let us start the discussion. So you can see a question. Sales 7,000 units at the rate of 10 per unit, fixed cost 20,000, variable cost 6 per unit. As all of you know, we can calculate the break-even point by using an equation. So break-even point കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 20,000 ആണ്. കോൺട്രിബ്യൂഷൻ 10 മൈനസ് 6 4 ആണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 500 യൂണിറ്റ്സ് ആയിരിക്കും. 5000 യൂണിറ്റ്സ് ആയിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ്. 20,000 ഡിവൈഡഡ് ബൈ 4 5000 യൂണിറ്റ്സ് ആയിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ്. അത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. എന്നാൽ നമ്മൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് വരിക? ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഗ്രാഫ് പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങളത് എടുക്കുക. എക്സ് വൈ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പം എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 7000 ആണ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇതിനകത്തും 1000, 2000, 3000 അങ്ങോട്ട് കൊടുക്കുക. 7000 8000 വരെ കൊടുക്കുക ഔട്ട്പുട്ട്. താഴെ എക്സ് ആക്സിസിൽ ഓരോ ഡിജിറ്റിലും എന്താണ് 1000 ഇത് വെച്ച് കൊടുക്കുക. ഔട്ട്പുട്ട് ഇൻ 1000. വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ. വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ. അതും ഇതേപോലെ തന്നെ 10ന്റെ തൗസൻഡ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയി കൊടുക്കുക. 10,000, 20,000, 30,000, 40,000, 50,000, 60,000, 70,000 അതിൽ കൊടുക്കുക. കാരണം 70,000 മിനിമം വേണം. എന്താ കാരണം? 7000 യൂണിറ്റ്സ് ആണ് വിൽക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 10. അപ്പോൾ 70,000 അത്രയും മിനിമം വേണം. അപ്പോൾ അത് മനസ്സിലാക്കാം. വൈ ആക്സിസിൽ സെയിൽസ് എത്രയുണ്ടോ അത്രയും ഇതിലേക്ക് വൈ ആക്സിസ് വരണം. ഔട്ട്പുട്ട് വരുന്ന അത്രയും ഇതിലേക്ക് വരണം എക്സ് ആക്സിസും വരണം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും, അപ്പോൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട്, വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൈ ആക്സിസിൽ ഈ ഫിക്സഡ് കോസ്റ്റ് മാർക്ക് ചെയ്തു. ഫിക്സഡ് കോസ്റ്റ് നോക്കിയേ, ഫിക്സഡ് കോസ്റ്റ് 20,000 ആണ്. അപ്പോൾ വൈ ആക്സിസിൻ്റെ രണ്ടാമത്തെ പോയിന്റ് 20 എന്ന് പറയുന്നത് 20,000 സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ 20,000 നിന്ന് ഈ എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ആ ലൈനിൻ്റെ പേരാണെന്ത്? ഫിക്സഡ് കോസ്റ്റ് ലൈൻ. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ലൈൻ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് അത് ആണ് ബേസ്. അത് പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ഡ്രോയിങ് എ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഫ്രം ദ വൈ ആക്സിസ് ബേസ്ഡ് ഓൺ ദ ഫിക്സഡ് കോസ്റ്റ് ഡാറ്റ. അത് എത്രയാണോ അവിടെ നിന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്നു. ഇനി നമ്മൾ അടുത്ത രണ്ട് ലൈൻസ് നമുക്ക് വരയ്ക്കാനുണ്ട്. ഒന്ന് സെയിൽസ് ലൈനും മറ്റൊന്ന് കോസ്റ്റ് ലൈനുമാണ്. എന്തൊക്കെയാണ്? സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും. അപ്പോൾ സെയിൽസ് ലൈന് നമ്മൾ വരയ്ക്കുന്നത് 0 എന്ന് പറയുന്ന എക്സും വൈ ആക്സും കൂടെ ജോയിൻ്റ് ആവുന്ന ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സെയിൽസ് എത്രയാണ്? 7000 യൂണിറ്റ് ആണ്. നമ്മുടെ സെയിൽസ് എത്രയാണ്? 7000 യൂണിറ്റ് ആണ്. അപ്പോൾ ആ 7000 യൂണിറ്റ് എന്ന് നമ്മൾ വരയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കുക, വൈ ആക്സിസിലെ ആ പോയിന്റിൻ്റെ അത്രയും ലെവലിലേക്ക് വേണം ഇത് വരയ്ക്കാൻ. വൈ ആക്സിസ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഉള്ള വൈ ആക്സിസിന് തുല്യമായ ലെവലിലേക്ക് വേണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ലൈൻ പോകാനായിട്ട്. ആ ലൈൻ അവിടെ 7000 വരെ എത്തണം. അപ്പം എന്താണ്? സെയിൽസ് ലൈൻ വരയ്ക്കുന്നു. സെയിൽസ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? 0 പോയിന്റിൽ നിന്നും 7000 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ അത് എവിടെയാണുള്ളത്? അത് വൈ ആക്സിസിലുണ്ട്. പ്രൊഡക്ഷൻ അത് ഔട്ട്പുട്ട് അത് എവിടെയുണ്ട്? എക്സ് ആക്സിസിലുണ്ട്. ഇത് രണ്ടിൻ്റെയും
ആ പിന്നെ ലെവൽ വരുന്ന രീതിയിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് വരയ്ക്കാനായിട്ട്. അപ്പം 7000 പിന്നെ രൂപ സെയിൽസ്, അതേപോലെ തന്നെ എന്താണ് പിന്നെ 70,000 രൂപയുടെ സെയിൽസ്, 7,000 രൂപയുടെ ഔട്ട്പുട്ട്, 7,000 രൂപയുടെ ഔട്ട്പുട്ട്, 70,000 രൂപയുടെ സെയിൽസ്. അപ്പോൾ സെയിൽസ് ലൈൻ അങ്ങനെ വരയ്ക്കുക. ഇനി കോസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കോസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഫിക്സഡ് കോസ്റ്റ് ലൈനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇറ്റ് വിൽ ബിഗിൻ ഫ്രം ദ ഫിക്സഡ് കോസ്റ്റ് ലൈൻ. അപ്പോൾ അത് 20 എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്നാണ് അത് ആരംഭിക്കുക. ആ പോയിന്റിൽ നിന്നിട്ട് അത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന 7 താഴെ എക്സ് ആക്സിസിൻ്റെ നേരെയുള്ള 7 വരെ ആ ലൈൻ വരയ്ക്കണം. അപ്പോൾ ആ 7,000 വരെയുള്ള രീതിയിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് വരയ്ക്കാനായിട്ട്. 7,000. അപ്പോൾ ഈ 7,000 വരുന്ന രീതിയിലേക്ക് ആ ലൈനും വരയ്ക്കുക. ഇപ്പോൾ 2 ലൈൻസ് നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? സെയിൽസ് ലൈൻ. അതെങ്ങനെയാണ് കിട്ടിയത്? 0 പോയിന്റിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ലെവലിലേക്ക് അത് ഡ്രോ ചെയ്തു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പിന്നെ കോസ്റ്റ് ലൈനും, അത് നമ്മൾ എങ്ങോട്ടേക്ക് ഡ്രോ ചെയ്യുന്നു? ഈ ഔട്ട്പുട്ടിൻ്റെ ലൈനിലേക്ക് നമ്മൾ ഡ്രോ ചെയ്യും. അപ്പോൾ ഈ 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമ്മൾ 2 ഡോട്ട് ഇട്ട വര നിങ്ങൾക്ക് കാണാം. അത് താഴേക്ക് ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് 5,000 എന്ന് പറയുന്ന ഔട്ട്പുട്ടിലേക്ക് വന്ന് നിന്നു. 5,000. അപ്പോൾ അതൊരു യൂണിറ്റിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപ. അത് വൈ ആക്സിസിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പം ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് താഴെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്യുന്നു, സെയിൽസ് വൈ ആക്സിസിലേക്ക് നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ദിസ് ജോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. എന്താ ജോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ? കോസ്റ്റ് ലൈനും സെയിൽസ് ഏരിയയും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ആ പോയിന്റാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു കാര്യം കാണാം. എന്താണ്? താഴെ അവിടെ 2 വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ടു സെയിൽസ്. അതാണ് എന്തെന്ന് പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി. 5 to 7, 5,000 to 7,000 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ദെൻ 20,000 വരെയാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ നമ്മളവിടെ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നിടത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യും. ആ ഡിഗ്രിക്കാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട്, വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ. ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് ലൈൻ എക്സിന് പാരലായിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ അവിടെ നിന്ന് വരയ്ക്കുന്നു. സെയിൽസ് ലൈൻ വരയ്ക്കുന്നു. സെയിൽസ് ലൈൻ 0 പോയിന്റിൽ നിന്നും സെയിൽസിൻ്റെ ലെവലിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. ഔട്ട്പുട്ടിൻ്റെ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. ഔട്ട്പുട്ട് 7,000 ആണ്. ആ ഔട്ട്പുട്ടിൻ്റെ ലെവലിലേക്ക് അത് വരയ്ക്കുന്നു. അപ്പോൾ സെയിൽസ് ലൈൻ സെയിൽസിൻ്റെ, അതായത് വൈ ആക്സിസിനെ കണക്കാക്കി സെയിൽസ് ലൈനും, കോസ്റ്റ് ലൈൻ എക്സ് ആക്സിസിനെ കണക്കാക്കി. മനസ്സിലാക്കുക, സെയിൽസ് ലൈൻ വൈ ആക്സിസിലെ ടാർഗറ്റായ 7,000 ഫോക്കസ് ചെയ്യണം. കോസ്റ്റ് ലൈൻ എക്സ് ആക്സിസിലെ ഔട്ട്പുട്ടായിട്ടുള്ള 7,000ത്തിലേക്ക്, മറ്റേത് 70,000. സെയിൽസ് 70,000, കോസ്റ്റ് 7,000 അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിൽ ഇത് രണ്ടും ജോയിൻ്റ് ആവുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരച്ച് നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ആയിരിക്കും. വൈ ആക്സിസിലേക്ക് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും ബ്രേക്ക് ഈവൻ സെയിൽസുമായിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്ന ഏരിയയിലുള്ള ആ ട്രയാങ്കിളിൻ്റെ ഡിഗ്രി എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമുക്ക് ഒരു ഗ്രാഫ് കൂടി നോക്കാം. ഇവിടെ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് 12, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 7, ഫിക്സഡ് കോസ്റ്റ് 2,000, ഔട്ട്പുട്ട് 800. ഡ്രോ എ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ എന്താണ് കൊടുക്കുന്നത്? ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ട്. വൈ ആക്സിസിൽ സെയിൽസ് ആൻഡ് കോസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിലെ ഡാറ്റ മാറുകയാണ്. എന്താണ്? ഇവിടെ 100കൾ മതി. എന്താ കാര്യം? ഔട്ട്പുട്ട് 800 ആണ്. അപ്പോൾ ഓരോ പോയിന്റ് 100, 200, 300, 400 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സെയിൽസ് എന്ന് പറയുന്നത്
സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഔട്ട്പുട്ട് 800 പിന്നെ ഇൻറ്റു 12 10000 മിനിമം വേണം. ആ 10000 ലെവലിലേക്ക് നമ്മൾ പിന്നെ 10 ഇത് 2000 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. 10 വെച്ച് നമുക്ക് കൊടുക്കാം. 10 പിന്നെ 1000 2000 3000 അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കണം. എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ്? ഇവിടെ 2000 ആണ്. അപ്പോൾ 2000ൻ്റെ അവിടെ നിന്ന് എക്സ് ആക്സിന് പാരലായിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെയിൽസ് ലൈൻ വരയ്ക്കുകയാണ്. സെയിൽസ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? എക്സും വൈയും ജോയിൻ്റ് ആവുന്ന ലൊക്കേഷനിൽ നിന്ന് സെയിൽസ്, ഇവിടുത്തെ സെയിൽസ് എത്രയാണ്? പിന്നെ 800 യൂണിറ്റ് ആണ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 12 ആണ്. അപ്പോൾ 9600 ആണ് സെയിൽസ്. അപ്പോൾ വൈ ആക്സിസിലെ 9600ൻ്റെ ആ ഒരു ലൈനിൻ്റെ ലെവലിലേക്ക് ഏത് വരയ്ക്കണം? സെയിൽസ് ലൈൻ വരയ്ക്കണം. ശ്രദ്ധിക്കുക, വൈ ആക്സിസിൽ 9600 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് ആ പോയിന്റ് വരെ എന്ത് വരയ്ക്കുക? സെയിൽസ് ലൈൻ വരയ്ക്കുക. അടുത്ത കോസ്റ്റ് ലൈനാണ്. കോസ്റ്റ് ലൈൻ എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് പോയിന്റിലേക്ക് വേണം വരയ്ക്കാനായിട്ട്? ഔട്ട്പുട്ടിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. ഔട്ട്പുട്ട് 800 ആണ്. 800ൻ്റെ ആ പോയിന്റിലേക്ക്, ആ ലൊക്കേഷൻ വരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക? ഇത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർജെക്ഷൻ അത് കിട്ടും. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ആ പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 200 ആണ്. 200. ബ്രേക്ക് ഈവൻ പിന്നെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5 ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അപ്പം ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 5 എത്രയാണ് വരിക? 400 ആണ് എന്ത് വരിക? കോൺട്രിബ്യൂഷനെ കൊണ്ട് ഹരിക്കുമ്പോൾ 400 ആണ് ഔട്ട്പുട്ട്. അപ്പോൾ നോക്കിയേ, 400ലേക്ക് വന്ന് അത് നിൽക്കും. അതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 4800. 400 ഇൻറ്റു 12 4800ലേക്ക് അതിൻ്റെ സെയിൽസ് വരും. അപ്പം ഇനിയും നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം ഇതേപോലെ നിങ്ങൾ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അത് ചെയ്ത് പഠിക്കുക. നാളെ മുതൽ നമ്മൾ ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഹൗ മാർജിനൽ കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഏരിയയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. താങ്ക് യു.